ഇന്നത്തെ നമ്മുടെ അതിഥി ഉനൈസ് ഉസ്മാനാണ്. ഡോക്ടർ ഉനൈസ് ഉസ്മാൻ വിദേശത്ത് പോയിട്ട് പഠിച്ച് സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിദേശത്ത് പഠിക്കാനുണ്ടായ സാഹചര്യം, അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പുതിയതായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു പോഡ്കാസ്റ്റ് സീരീസ് ചെയ്തത്. അപ്പോൾ പുതിയ സീരീസിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ വിദേശത്ത് പോയിട്ട് പഠിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് ഉള്ള ഒരു കരിയറിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ? സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ, കുറേ ഓർമ്മകൾ. ഇപ്പം ഹാപ്പിയാണ്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഹാപ്പിയാണ്. കാരണം ഏർലി സ്റ്റേജസിൽ ഇപ്പോൾ എബ്രോഡ് MBBS ആയാലും അല്ലാതെ നാട്ടിലായാലും നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആയാലും നമ്മളിപ്പം പറയില്ലേ, ഇറ്റ്സ് നെവർ ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്, ഇറ്റ്സ് ഹൗ ഇറ്റ്സ് എൻഡഡ് എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുക വെർത്തായിട്ടുള്ള കാര്യം. എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, എങ്ങനെ അവസാനിച്ചു. ഇപ്പം അൺസർട്ടനിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. സ്റ്റിൽ അൺസർട്ടനിറ്റി ഉണ്ട്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ കോഴ്സിന്റെ കാര്യത്തില കേട്ടോ, അല്ലാതെ ലൈക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എപ്പോഴും നമുക്ക് എന്താ പറയാ സൊസൈറ്റിയൽ വ്യൂ ഉണ്ടല്ലോ. നമുക്ക് അൺസർട്ടനിറ്റീസും അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ഡൗട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഒരു എക്സ്ട്രാ പുഷ് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു എക്സ്ട്രാ പുഷ് പുറത്ത് പഠിക്കുന്നൊരു MBBS അല്ലെങ്കിൽ വേറെ കോഴ്സുകൾക്ക് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഉണ്ട് എന്ന്. പ്രത്യേകിച്ചുണ്ട്. കാരണം ഈസി കമ്പാരിസൺ വരുമല്ലോ. പുറത്ത് വേറെ ഏത് കോഴ്സ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയെയും നാട്ടിലെ ആ കോഴ്സ് വെച്ച് കമ്പാരിസൺ ഞാൻ കണ്ടിട്ടില്ല. MBA ചെയ്യുന്ന ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ. പക്ഷെ MBBS പഠിക്കാൻ പോകുന്ന കുട്ടികളെ വിദേശത്ത് മറ്റു കോഴ്സുകളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേകിച്ച് പറയും, വിദേശത്തെ പഠിക്കുന്നതാണ് അതൊരു പ്ലസ് പോയിന്റ് നെഗറ്റീവായിട്ട് പറയും. സത്യം. സോ അതുകൊണ്ടുള്ളൊരു എന്താ പറയുക സെൽഫ് ഡൗട്ട് അല്ല, പക്ഷെ എപ്പോഴും ഈ അണ്ടിൽ പ്രൂവൺ നമ്മളെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാന്നുള്ളൊരു റിയലൈസേഷൻ ഉള്ളിലുണ്ടായിരുന്നു. സോ വൺസ് അത് ക്രാക്ക് ചെയ്ത് നേരം നമുക്കൊരു സമാധാനം എന്ന് പറയാം. സന്തോഷത്തെക്കാൾ കൂടുതൽ സമാധാനമുണ്ട്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച കരിയറിലേക്ക് എത്തി എന്നുള്ളതാണ് അല്ലേ. അപ്പൊ വിദേശത്ത് പഠിക്കാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഈസി ആയ ഒരു പ്രോസസ്സാണോ? പഠനമാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സാണോ ഉദ്ദേശിച്ചത്? ജീവിതമാണോ പഠനമാണോ? ജീവിതവും പഠനവും. എനിക്ക് തോന്നുന്നു രണ്ട് ആസ്പെക്റ്റിലും പറയാൻ പറ്റും. പഠനം അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. കാരണം ഞാൻ പോകുന്നത് ബാക്ക് ഇൻ 2017 സോ അന്ന് എബ്രോഡ് MBBS എന്ന് പറയുമ്പോൾ ഒറ്റ പേര് ചൈന എന്നുള്ളൊരു പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഉക്രൈനിലായിരുന്നു. ഞാൻ ഫിനിഷ് ചെയ്തത് ഉസ്ബെക്കിസ്ഥാനിൽ ബുഹാറയിലാണ് ഞാൻ ഫിനിഷ് ചെയ്തത്. ഡ്യൂ ടു വാർ ഇഷ്യൂസ് അങ്ങനെയാണ് ചെയ്തത്, ട്രാൻസ്ഫർ ആയിട്ടും ആ കാര്യങ്ങൾ. സോ അന്ന് ചൈന മാത്രം ഉണ്ടായത്. ഈ ചൈന എന്ന് പറഞ്ഞ കൺട്രിയുടെയും വാക്കിനുമുള്ളൊരു മലയാളി ഇന്റർപ്രിട്ടേഷൻ വേറെയാണ്. സത്യം. ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ട്സുകളും ഏറ്റവും ബെസ്റ്റ് യൂട്ടിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രി ആയാലും ഏറ്റവും ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറുള്ള കൺട്രി ആയാലും ചൈന എന്നുള്ള വാക്ക് മലയാളിക്ക് എന്നും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു അർത്ഥം വരുന്ന രീതി വരാറുണ്ട്. സോ അത്തരത്തിലുള്ളൊരു നമുക്ക് പിന്നെ ഒരു എക്സ്പോഷർ ഇല്ല. ഇന്നത്തെ കാലത്ത് അത്ര എക്സ്പോഷർ ഇല്ല എബ്രോഡ് MBBSനെ കുറിച്ചോ. ഇപ്പോഴത്തെ എബ്രോഡ് ബൂം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ പറയാൻ പറ്റും ഞങ്ങളൊക്കെയാണ് ആ ബൂമിന്റെ സ്റ്റാർട്ടിലുള്ള ആൾക്കാർ എന്ന് പറയാൻ പറ്റും, വഴികാട്ടികൾ. കാരണം ഞാൻ ആ സമയത്ത് പോകുന്ന സമയത്ത് എന്റെ പരിചയത്തിൽ ഒരാള് ഈ ദുബായ് അല്ലാതെ വേറെ എബ്രോഡ് കൺട്രിയിൽ ഇല്ല, ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല. ഇന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സർക്കിളിൽ തന്നെ UK-യിലായാലും ഫിൻലൻഡ്, ഹംഗറി പോലുള്ള കൺട്രീസിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഫേസ് ആണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് മാനസികമായ ഒരു 17-കാരൻ 18-കാരൻ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ട് എന്നല്ലാതെ അക്കാഡമിക്സിലി ആ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല, ക്ലിനിക്കലിയും ആ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ജീവിതം പഠിച്ചു. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് ഇതിന്. ചിലപ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിക്കാവുന്നതിനേക്കാൾ നല്ല രീതിയിൽ ജീവിതം പഠിക്കാൻ പറ്റി. സർവൈവ് ചെയ്യാം, സസ്റ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യം, എവിടെയും അഡാപ്റ്റ് ചെയ്യാം, ഏത് കൂട്ടത്തോടും ചേരാൻ പറ്റും, നല്ലൊരു ഭാഷ പഠിക്കാൻ പറ്റി, ആ ഭാഷയുടെ പ്രിവിലേജ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹോസ്പിറ്റലുകളിലൊക്കെ ഇംഗ്ലീഷിനപ്പുറം തന്നെ എനിക്ക് റഷ്യൻ വശം ഉണ്ടായിരുന്നു. സോ പോസ്റ്റ് വാർ ഉസ്ബക്കിലേക്ക് റീലൊക്കേറ്റ് ആകാൻ പോയാലും ഞാൻ മനസ്സിലാക്കിയത് USSR എന്ന് വിഭജിച്ച ഭൂരിഭാഗം രാജ്യങ്ങളിലേക്കും റഷ്യയുടെ
ഭാഷാ പ്രയോഗങ്ങളുണ്ട്. ഉണ്ട്. സോ ആ റഷ്യൻ ഭാഷ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്, കോൺഫിഡന്റ് ആണ്. ആ, ഇപ്പം ഇംഗ്ലീഷ് അത്യാവശ്യം ഞാൻ നല്ല കോൺഫിഡന്റ് ഉള്ള ആളാണ്. ആ, റഷ്യയും ജീവിച്ചു പോകാനുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം. പറ്റും. സോ ഈ 2 ലാംഗ്വേജ് ഉണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു അഡ്വാൻറ്റേജസ്. ഇൻഡയറക്ട്ലി പറയാൻ ലോകത്ത് ഏടെ കൊണ്ടുപോയിട്ടാലും ഒന്നിക്ക് ഇംഗ്ലീഷോ അല്ലെങ്കിൽ റഷ്യനോ വെച്ച് എനിക്ക് സർവൈവ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ്. പിന്നെ ഇതന്നെ നമ്മള് 17 കൗമാരത്ത് പോയതാണ്. ഒരു 24 തിരിച്ചു വരുമ്പോൾ ഒരു എന്താ പറയുക കൗമാരക്കാരനായിട്ട് പോയിട്ട് നമ്മുടെ ആ ട്രാൻസിഷൻ നടന്നത് മൊത്തം ഈ കാലഘട്ടത്തിലാണ്. മനസ്സിലായി. അപ്പൊ അതൊക്കെ നല്ലൊരു മനുഷ്യനാവാനും നല്ലൊരു ഡോക്ടർ ആവാനും ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് നാട്ടിലും ഇല്ലെങ്കിൽ വിദേശത്തും പഠിക്കുന്നതിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? സത്യസന്ധമായിട്ട് പറയുമ്പോൾ എപ്പോഴും ഇന്ത്യൻ MBBS ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. അത് 2 കാര്യങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് വെറൈറ്റി ഓഫ് കേസസ് ആണ്, എക്സ്പോഷർ ആണ്. അതായത് രോഗികള് നമ്പർ ഓഫ് രോഗികളല്ല, അതൊരു ഫാക്ടർ ആണെങ്കിൽ പോലും ഈ വരുന്ന നമ്പർ ഓഫ് രോഗികളിൽ വരുന്ന വെറൈറ്റി ഓഫ് കേസസ് ഇന്ത്യയിൽ എപ്പോഴും കൂടുതലാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പോസ്റ്റ് MBBS ശേഷം ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് എബ്രോഡുള്ളവർക്ക്. ആ ഫേസിൽ ഈ രോഗങ്ങളും ഈ രോഗികളെയും നമ്മൾ ഫെമിലിയർ ആകുന്നുണ്ട്. ഒരു വർഷത്തെ നിർബന്ധ ഇന്റേൺഷിപ്പ് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് ബേസിക്കലി ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ MBBS കഴിഞ്ഞൊരു കുട്ടിയും എബ്രോഡ് MBBS കഴിഞ്ഞൊരു കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പം ക്ലിനിക്കലി കുറച്ച് വലുതായിരിക്കാം. പക്ഷേ എബ്രോഡ് MBBS കഴിഞ്ഞ് നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയും നാട്ടിൽ MBBS കഴിഞ്ഞൊരു കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് അത്ര വലുതല്ല. ഡിഫറൻസ് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു ഇന്റേൺഷിപ്പ് പീരീഡ് അത്രയും ഉപകാരപ്പെടുന്നതുമാണ്. നമ്മള് ആ ട്രാൻസിഷൻ മനസ്സിലാവും നമുക്ക്. അത്രയും എക്സ്പോഷേഴ്സ് നമുക്ക് കിട്ടും. അല്ലാതെ ക്ലിനിക്കാലിറ്റി ഇല്ലായിട്ടല്ല, എക്സ്പോഷർ ഇല്ലായിട്ടാണ്. ചില കൺട്രീസിലൊക്കെ അത്തരം അസുഖങ്ങളില്ല, അവരത്രയും പ്രിവെൻഷനോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ആ രീതി ഇപ്പൊ ഞങ്ങൾ ഉക്രൈനിലുള്ള സമയത്ത് TB എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള രോഗമാണ്. TB വന്നതിന്റെ പേരിൽ കുട്ടികൾ എക്സ്പെലേറ്റ് ഉണ്ട്. സോ ആ നാട്ടിൽ അങ്ങനെ ഒരു രോഗമില്ല. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാള് ആ എക്സ്പോഷർ കൊണ്ടുവന്നാല് അത് അവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആ ഒരു ഫാക്ടറിൽ അഫ്കോഴ്സ് ഡിഫറൻസ് ഉണ്ട്. ഏത് കേസസ്, വെറൈറ്റി ഓഫ് കേസസിന്റെ എക്സ്പോഷർ, ആ ഒരു വ്യത്യാസമുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. നിങ്ങളിപ്പോ പഠന കാലയളവിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഒബ്സർവേഷൻഷിപ്പ് ആയിട്ട് ചെയ്തത്, അത് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉപകാരപ്രദമാണോ? ഉപകാരപ്പെടും. പക്ഷെ ഞാൻ പറയുമ്പോൾ ഒരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഇയറിൽ ലീവിന് വന്ന സമയത്ത് തന്നെ കുട്ടികൾ ഒബ്സർവേഷൻഷിപ്പിന് പോകുന്നൊരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഈ FMGസിന്റെ കേസും FMG എക്സാമിന്റെ കേസിലും കുട്ടികൾ ഫസ്റ്റ് ഇയർ മുതൽ പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവരോട് 2 പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക. നിങ്ങൾ ബേസിക് സ്ട്രോങ് അല്ലാതെ നിങ്ങൾ ഇതിലേക്ക് എടുത്ത് ചാടിയിട്ട് ഇപ്പം ഫസ്റ്റ് ഇയർ ബേസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ മാത്രം ബേസ് ഉള്ള ഒരു കുട്ടി ഒരു ക്ലിനിക്കലിലേക്ക് കടന്നു വരുമ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ക്ലിനിക്കലി പുതിയ പുതിയ കേസസ് അറിയുന്നുണ്ടാവും. പക്ഷെ ഇവർക്ക് ഇതിനനുസരിച്ചുള്ള ബേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ വെറുതെ ഇൻഫർമേഷൻസ് ഓവർലോഡഡ്, അല്ലെങ്കിൽ ഇവർക്ക് ഇന്ന കേസസ് ഇന്ന സിംറ്റംസ് ഒക്കെ ആകുമ്പോൾ ഇന്ന രോഗി എന്നൊക്കെ ഇവർക്ക് ലൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത് ക്രാക്ക് ചെയ്യേണ്ട ഒരു ബേസ് ഉണ്ടല്ലോ. നമുക്ക് ഫാർമക്കോളജിന്റെ ആയാലും മൈക്രോബയോളജിന്റെ ആയാലും ഒരു ബേസ് ഉണ്ടല്ലോ, അക്കാഡമിക്സിൽ കിട്ടേണ്ട ഒരു ബേസ് ഉണ്ടല്ലോ. അതായിട്ടൊരു 3rd ഇയറിന് ശേഷം നിങ്ങൾ നാട്ടിലായാലും അല്ലെങ്കിൽ ഇന്ത്യൻ ഒബ്സർവേഷൻഷിപ്പ് പോലെയോ അല്ലെങ്കിൽ FMGക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. കാരണം ഫസ്റ്റ് ഇയർ പഠിക്കുന്ന അനാറ്റമി പഠിക്കുന്ന ഒരു കുട്ടി സർജറിന്റെ ക്ലാസ് FMG ഇരുന്നിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാവില്ല. കാരണം അവരെന്തോ വലിയ എന്തോ എടുത്ത് തലയിൽ വെക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ എപ്പോഴും നമുക്കുണ്ടാവില്ല, നമുക്കൊരു പുതിയ കാര്യം കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ഞാൻ FMGക്ക് ഇരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. 3 വർഷം മുതലാണ് അതിന്റെ സത്യമായിട്ടും അപ്പോഴത്തേക്ക് ഒരുവക ബേസിക്സ് ഒക്കെ തീർന്നിട്ടുണ്ടാവും. നിങ്ങളൊരു യുക്രൈൻ ഉസ്ബെക്ക് കമ്പാരിസൺ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ബേസിൽ എക്സ്പോഷറിൽ ഇത് കുറച്ചുകൂടി വലിയ സിറ്റിയാണ് യുക്രൈൻ, അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ പറയുന്നത് അക്കാദമിക് ബേസിൽ എങ്ങനെയായിരിക്കും അതൊക്കെ? ഇപ്പം ഉസ്ബെക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ബുഹാറയാണ് ചെയ്തത്. സോ ഞാൻ ബുഹാറിന്റെ ആസ്പെക്റ്റിൽ എന്റെ ആസ്പെക്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. ക്ലിനിക്കൽ എക്സ്പോഷർ ടോപ്പ് നോച്ചാണ്, സത്യസന്ധമായ കാര്യമാണ്. ഇപ്പം തിയറിക്കൽ എക്സ്പോഷറിന്റെ കാര്യത്തിൽ തിയറിയുടെ കാര്യത്തിൽ രണ്ടും കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ ഈക്വൽ ആയി വരാം. പക്ഷെ ക്ലിനിക്കൽ എക്സ്പോഷറിന്റെ കാര്യത്തിൽ ഫാർ ബെറ്റർ ആണ് ഉസ്ബെക്കിസ്ഥാൻ. നമ്മളെ ഇപ്പം ബുഹാറിന്റെ ആസ്പെക്റ്റിൽ എടുക്കുന്നതാണെങ്കിൽ നമ്മളെ ഇപ്പം ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു കുട്ടിക്കൊന്നും ഒരിക്കലും അസിസ്റ്റ് ചെയ്യാനൊന്നും അനുവദിക്കില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് ആണ്. പക്ഷെ അവർ ഒബ്സർവ് ചെയ്യാൻ വിടും, റൗണ്ട്സിന് കൂടെ കൂട്ടലും ഒബ്സർവ് ചെയ്യാനൊക്കെ വിടും. ഒരു 2nd ഇയർ മുതലൊക്കെ കേസ് ഹിസ്റ്ററി എഴുതിക്കാനും ആ രീതിയിലൊക്കെ സർജറീസിലൊക്കെ ഒബ്സർവേഷൻഷിപ്പ് ആയിട്ട് കുട്ടികൾ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ
എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ അസിസ്റ്റ് ചെയ്യാൻ വിടും. കുട്ടികളുടെ ഇനീഷ്യേറ്റീവ് വലിയ കാര്യമാണ്. പക്ഷെ ഒരു തേർഡ് ഇയറിന് ശേഷമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു തേർഡ് ഇയറിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ഡോക്ടേഴ്സ് നോട്ട് ചെയ്യും. അതായത് ഒരു ഗ്രൂപ്പ്, അതായത് ഇപ്പം അറിയാത്തവർക്ക് വേണ്ടി പറയാം, പുറത്ത് പഠിക്കുമ്പോൾ 13 കുട്ടികൾ 12 കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അവരാണ് ഒരു ക്ലാസ് റൂമിന്. അങ്ങനെ ഒരു 10 ഗ്രൂപ്പ് 12 ഗ്രൂപ്പ് എന്നുള്ള രീതിയിലേക്കാണ് വരാം. സോ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ബുഹാറയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഈ പ്രൊഫസേഴ്സ് ഇപ്പൊ ഇന്നൊരു സർജറിക്ക് കൊണ്ടുപോയി, ബേസിക്കലി ഇപ്പം 3-4 സർജറീസ് ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ആകുമ്പോൾ മിസ്സായി പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ചിലരുണ്ടാവും. നമ്മളിലുള്ള ഒരു ക്യാരക്ടറാണ് അത്. എന്ത് നമുക്കൊന്ന് പിൻവലിയാൻ തോന്നും, അക്കാഡമിക്സിൽ എന്തെങ്കിലും ഒരു പിൻവലിയാൻ തോന്നും കുട്ടികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കുള്ളൊരു ക്യാരക്ടറാണത്, മെയിൻ സ്ട്രീമിലേക്ക് വരില്ല. സോ അങ്ങനത്തെ ആൾക്കാർ നോക്കും, ഓക്കെ നീ വരുന്നുണ്ടോ, ഓക്കെ നീ കഴിഞ്ഞ ക്ലാസ് അസിസ്റ്റ് ചെയ്തതല്ലേ, അവൻ അസിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ബാക്കോട്ട് വലിഞ്ഞാലും അവരെ പുഷ് ചെയ്യുന്നത് ഞാൻ ബുഹാറെ കണ്ടിട്ടുണ്ട്. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എപ്പോഴും എത്ര നമുക്ക് അറിവുണ്ടെങ്കിലും നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റുമോ, ഞാനിത് അസിസ്റ്റ് ചെയ്യണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കോൺഫിഡൻസ് ചെയ്യുന്ന ഒരു പ്രൊഫസർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. ഓഫ് കോഴ്സ്. കാരണം MBBS ക്ലിനിക്കൽ നോളജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊഫസറോ ഒരു ഡോക്ടറോ നമ്മളെ കൂടി ഉണ്ടെങ്കിൽ നമുക്കിരുന്ന കോൺഫിഡൻസ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ യുക്രൈനിന്റെ ഒരു വാറിന്റെ ഒരു പശ്ചാത്തലത്തിന് ശേഷം ശരിക്കും ഉസ്ബെക്ക് എന്ന് പറഞ്ഞൊരു ട്രെൻഡാണ്. സത്യം. ഉസ്ബെക്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പോകുന്നുണ്ട്. അതെന്ന് നിങ്ങൾ ഇപ്പൊ ബുഹാറയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെയാ അത് വ്യത്യസ്തമാകുന്നത്? പക്ഷെ ഇവിടെ കേൾക്കുന്ന ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കുറെ യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ ബുഹാറ കേൾക്കുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് ചെറിയ രീതിയിൽ ആശ്ചര്യം തോന്നിയൊരു കാര്യമായിരുന്നു എന്തുകൊണ്ട് ബുഹാറ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ അന്വേഷിച്ച് മനസ്സിലായത് ബുഹാറയിൽ ഇടയ്ക്കൊരു ഫീസ് സ്ട്രക്ചറിന്റെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. $6,000 വളരെ കൂടുതലാണ്. ബാക്കിയുള്ള കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഇരട്ടി വരുന്ന രീതിയിലൊക്കെയാണ്. അതുകൊണ്ടായിരിക്കാം ആ ഭൂമി ഇല്ലാതിരുന്നത് ബുഹാറയിൽ. ഇന്നും എന്നോട് സജഷൻ ചോദിക്കുന്ന ഒരു കുട്ടിയോട് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ബുഹാറയാണ്. അത് വിത്ത് ഫാക്ട്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എബ്രോഡ് MBBS പോകുന്നൊരു കുട്ടി, ആ കുട്ടിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജി വേണ്ടത്, ഈ എക്സാം കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യയിൽ കുട്ടിക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവും, USMLE, പ്ലാബ്, പല ഓപ്ഷൻസ് ഉണ്ടാവും. എൻഡ് ഓഫ് ദ ഡേ സ്വന്തം നാട്ടിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ FMG ക്ലിയർഡ് ആയിരിക്കണം. ഉറപ്പായിട്ടും. അത് ഏത് രാജ്യത്ത് ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നുണ്ടെങ്കിലും ക്ലിയർഡ് ആയിരിക്കണം. അതിന്റെ അക്രഡിഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് നോട്ട് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ FMGന്റെ റേഷ്യോസ് വെബിൽ അവൈലബിൾ ആണിത്, പാസിംഗ് റേഷ്യോസ്. ഇത് വെച്ച് നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കണം. കാരണം ബാക്കിയൊക്കെ നമുക്ക് സ്കിപ്പായി പോയാലും ഇത് നമ്മൾ ചെയ്യാതെ നമുക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ടോപ്പ് നോച്ച് യൂണിവേഴ്സിറ്റികൾ ഇഷ്ടംപോലെ നല്ല യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. ഇപ്പം താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി ഒക്കെ സോഷ്യൽ മീഡിയകളിൽ ബൂമായിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്, നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഞാൻ ഒരിക്കലും എന്നോട് ബുഹാറ താഷ്കന്ത് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും വേണ്ടാന്ന് പറയാറില്ല. ഞാൻ പറയില്ല, എന്റെ അഭിപ്രായത്തിൽ ബുഹാറയാണ് കുറച്ചും കൂടി എനിക്ക് കൺവീനിയന്റ്ലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നത്. എനിക്ക് സാറ്റിസ്ഫാക്ഷനോടുകൂടി, ഒന്ന് ഞാൻ അവിടെ ഫിസിക്കലി പ്രസന്റ് ആയതുകൊണ്ടായിരിക്കാം, ഞാനത് കണ്ടു വളർന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. 2 FMG ഫാക്ട് ആണ്, അല്ലെങ്കിൽ ഒന്ന് തന്നെ പറയാം ഈ FMG ഫാക്ട്. കാരണം പാസിംഗ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പാസിംഗ് പെർസെന്റേജ് ചിലപ്പം TMAനെക്കാട്ടിയും കുറവായിരിക്കും. 4 കുട്ടികളാണ് TMAയിൽ പാസ്സായത്. 4 കുട്ടികളാണ് എഴുതിയത് ലാസ്റ്റ് ഇയറിലാട്ടോ, 2024 ഞാൻ പറയുന്നത്. അപ്പൊ 100% ആണ് TMAന്റെ പാസിംഗ് FMGയിൽ. 4 കുട്ടികളുടെ അടിസ്ഥാനത്തിൽ അതാണ് ആ വോളിയമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ബുഹാറിൽ എനിക്ക് തോന്നുന്നു 400ഓളം കുട്ടികൾ എഴുതിയിട്ട് 200ഓളം കുട്ടികൾ പാസ്സായിട്ടുണ്ട്. ഒരു 4 കുട്ടികളുടെ കണക്ക് കുറവുണ്ടാവും, 195. ഇപ്പൊ എന്താ വെച്ചാൽ ഒരു 4 കുട്ടികൾ എഴുതിയിട്ട് 4 കുട്ടികൾ പാസ്സാവുമ്പോൾ അതിൽ നമുക്ക് കുട്ടികളുടെ കഴിവിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഭയങ്കര സ്റ്റുഡിയസ് ഗ്രൂപ്പ് ആണെങ്കിൽ 400 കുട്ടികൾ എഴുതിയിട്ട് 200 കുട്ടികൾ പാസ്സാവുമ്പോൾ കുട്ടികൾ സ്റ്റുഡിയസ് ആകുന്നതിന്റെ കൂടെ തന്നെ ആ യൂണിവേഴ്സിറ്റിന്റെ പങ്ക് ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാവും. അഫ്കോഴ്സ് വലിയ, കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ള കൺട്രീസും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കാം. അതായത് ഈ പാസിംഗ് റേഷ്യോ മൊത്തത്തിൽ നോക്കുമ്പോൾ 22% ഉള്ളൂ. ഇത് ബുഹാറയുടെ നല്ല പാസിംഗ് റേഷ്യോ. 3000 സ്റ്റുഡൻസ് എഴുതുന്ന യൂണിവേഴ്സിറ്റികൾ വരെയുണ്ട്.
അതിൽ ഇപ്പോഴത് $3,200 നിയർലി 2,70,000 സംതിങ് ആണ് ഇയർലി ഫീസ് വരുന്നത്. അതെ ഇപ്പം കുറഞ്ഞു ബുഹാറിന്റെ ഫീസ് സ്ട്രക്ചർ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ത്യൻസ് ഒക്കെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്ത്? ഞാൻ പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 700+ ഒക്കെ ഉണ്ടാകണം. ലൈക്ക് മലയാളീസ് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇന്ത്യൻസ് മൊത്തത്തിൽ 700+ ഒക്കെ പഠിക്കുന്നത്. ഇപ്പൊ അതെന്തായാലും കൂടിയിട്ടുണ്ടാവും. കാരണം എല്ലാ കൊല്ലം കുട്ടികൾ പോകുന്നുണ്ടല്ലോ. ഞാനിപ്പോ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 കൊല്ലം. ഇപ്പൊ 2 കൊല്ലത്തെ റേഷ്യോ വെച്ചാലും 1000+ ആയിട്ടുണ്ടാവും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഉസ്ബെക്ക് എന്നുള്ളത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. അല്ല ഞാൻ ഒരു കാര്യം അറിയാം ബുഹാറ. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാല്, ഇപ്പൊ ഞങ്ങൾ ഉക്രൈനിലുണ്ടായത് സപ്രോഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ ഉക്രൈനിലെ ബാക്കി യൂണിവേഴ്സിറ്റികളുടെ വെച്ച് നോക്കുമ്പോൾ സപ്രോഷ്യയുടെ ഒരു പ്ലസ് പോയിന്റ് അതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്നും ഭയങ്കര, ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ഞങ്ങൾ 90 കുട്ടികളുണ്ട്. ഞങ്ങൾ 90 കുട്ടികളിൽ ഒരു 60-50 കുട്ടികൾ എന്തായാലും അവിടെ പ്രസന്റ് ആയിരിക്കും. ഞങ്ങൾക്ക് അതൊരു ഫാമിലിയാണ്. ഞങ്ങൾ ഫ്ലാറ്റ് ജീവിതമല്ലായിരുന്നു, ഹോസ്റ്റൽ ജീവിതമാണ്. പുറത്തിറങ്ങിയാലും എല്ലാവരും അപ്പുറം ഇപ്പുറം കാണും. ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ ഉണ്ടായിട്ടുണ്ട്. സെയിം സാധനമാണ് ഇവിടെ വരുന്നത്, ബുഹാറിൽ വരുന്നത്. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. അത് പല സ്ഥലത്തും ഇല്ല. റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. അത് തരുന്ന ബെനിഫിറ്റുകൾ വളരെ കൂടുതലാണ്. അത് ചിലപ്പം ഞാൻ ഉക്രൈനിൽ അത് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കത് കൺവീനിയന്റ് ആയി തോന്നുന്നത്. പക്ഷെ ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് ഇപ്പം ഒരു പെൺകുട്ടിയുടെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ഒരു ആൺകുട്ടിയുടെ ആസ്പെക്റ്റിൽ നോക്കുന്നതാണെങ്കിലും ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ഇനി കുറച്ച് ഉഴപ്പനായിട്ട് എക്സ്പെൻസ് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റും. അതുണ്ട്, ട്രാവൽ എക്സ്പെൻസ് കാര്യങ്ങൾ. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു ഉഴപ്പന്റെ ആസ്പെക്റ്റിലായാലും ഒരു 8ന്റെ ക്ലാസ്സിൽ 8 മണിക്ക് എണീച്ച് പോകുന്ന ഒരു ആസ്പെക്ട് ഉണ്ട് അവിടെ. 2 ട്രെയിൻ കയറിയിട്ട് അല്ലെങ്കിൽ 2 ബസ് കയറിയിട്ട് യൂണിവേഴ്സിറ്റി പോകുന്ന ഒരു ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ വിന്ററിൽ നമ്മൾ പറയുന്ന രീതിയൊന്നല്ല. ചിലപ്പോൾ 6 മണിക്കൊക്കെ എണീക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നാൽ നമുക്കിപ്പം പറയുന്ന അത്ര ഒരു കൺവീനിയന്റ് ആയിരിക്കില്ല ആ സമയത്ത്. പിന്നെ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്താൽ തന്നെ റീനക് എന്ന് പറയും, മാർക്കറ്റാണ്. മാർക്കറ്റ് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഹോൾസെയിൽ റേറ്റിൽ അവരുടെ കുക്കിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങാം. മെസ്സേജ് യൂസ് ചെയ്യേണ്ട സെൽഫ് കുക്കിംഗ് ആണ്. കേരള ഫുഡ് അവൈലബിൾ ഞങ്ങളുള്ള സമയത്ത് കേരള ഫുഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, കുട്ടികളത് യൂസ് ചെയ്യുന്നുണ്ട്. പൊതുവെ ഉസ്ബെക്കില് ഒരു നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതലാണ്. ബുഹാറിൽ മാത്രമല്ല. എന്താണ് നിങ്ങളുടെ ഒരു അനുഭവം? ഇല്ല, എനിക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും. എക്സ്പോഷർ ഒക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇല്ല എന്നുള്ളൊരു ആസ്പെക്ട് ഒന്നുമില്ല. എല്ലാവർക്കും ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എബ്രോഡ് MBBSന്റെ ഏർലി സ്റ്റേജിലുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് കുറച്ച് കുറഞ്ഞ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഉസ്ബെക്കിലേക്ക് എത്തിയവരാണ് ഈ കിട്ടുന്നതിന്റെ വാല്യൂ മനസ്സിലാകുന്നത്. ക്ലിനിക്കൽ എക്സ്പോഷർ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല ഡോക്ടർ ആവാൻ സത്യമായിട്ടും നമുക്കൊരു ഫസ്റ്റ് ഇയറിലൊന്നും നമുക്കിത് മനസ്സിലാവുകയും ചെയ്യില്ല. ഫസ്റ്റ് ഇയറിൽ എന്ത് ക്ലിനിക്കൽ എക്സ്പോഷർ ഒന്നും നമുക്കൊരു ലാസ്റ്റ് ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് MBBSലൊക്കെയാണ് ഈ ക്ലിനിക്കൽ എക്സ്പോഷറിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മനസ്സിലാവുക. അതിലും കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത് ബുഹാറയിലെ പ്രൊഫസേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിട്ട്. ഇപ്പൊ എനിക്കത് ലൈക്ക് ഓരോ പോയിന്റ് വരെ എനിക്കത് പറയാതിരിക്കാൻ പറ്റാത്ത അതുകൊണ്ടാട്ടോ. കാരണം നമുക്കത് പുതിയ അറിവാണ്. ഇങ്ങനെ പ്രൊഫസേഴ്സിന് ഇപ്പൊ എന്താ തോന്നുന്ന ഒരാൾ വന്നോ, നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ വന്ന് നിന്നോ എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്താൽ മതി. പക്ഷെ അവരത് അവരുടെ ഉത്തരവാദിത്തം പറഞ്ഞിട്ട് നമ്മളെ പുഷ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് ഉണ്ടല്ലോ. നിങ്ങളുടെ FMG പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? FMG പ്രിപ്പറേഷൻസ് ഞാൻ പറയില്ലേ, ഇപ്പം തുടക്കത്തിൽ നമുക്ക് നമ്മൾ ഒരു എബ്രോഡ് MBBS ലൈഫൊക്കെ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് 6 months പ്രിപ്പറേഷൻ എന്നുള്ള രീതിയാണ്. സോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതിന്റെ ഒരു വേ മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, പോസ്റ്റ് കോളേജ് ടു ഡീപ് സിറ്റിംഗ് ഫോർ സ്റ്റഡിങ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ആ ഒരു ഫേസിൽ അത്യാവശ്യം എന്താ പറയാ ക്ലാസ് ബങ്കിങ്. ഞാൻ കണ്ണൂരാണ് ചെയ്തത്, എന്റെ നാട് കണ്ണൂരാണ്. സോ അതെപ്പോഴും ഒരു ഡ്രോബാക്ക് ആയിട്ട് നിന്നിട്ടുണ്ട്. കാരണം എന്റെ നാടാണ്, എനിക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥലമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നിലവാരങ്ങൾ മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ കൂടെ കളിച്ചു നടക്കുന്ന സുഹൃത്തുക്കളൊക്കെ മോക്ക് ടെസ്റ്റിൽ അത്യാവശ്യം മാർക്ക് വാങ്ങുന്ന കാണുമ്പോൾ നമുക്ക് ഏകദേശം ബോധങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു ടൈറ്റ് പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. മെന്റലി ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയ ഒരു പീരീഡ് ആയിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മെന്റലി എക്സോസ്റ്റഡ് ആയിരുന്നു. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, ലൈക്ക് നമ്മളിലുള്ള വിശ്വാസക്കുറവല്ല, ബട്ട് എപ്പോഴും ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഒരു എക്സാം എഴുതുമ്പോഴായാലും 50-50 ആണ്. അണ്ടിൽ റിസൾട്ട് വരുന്ന ഒരു 50-50 ആണ്. സോ ഇന്നിപ്പം നീറ്റ് വരുന്നുണ്ട്, നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്കും അഫ്കോഴ്സ് 50-50 ആണ്. അവർക്കൊരു മെന്റൽ സ്ട്രെസ് ഉണ്ടാവും. വേറെ ഏത് എക്സാം എഴുതുന്നുണ്ട്, ഇപ്പൊ PG എഴുതാൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും ആ മെന്റൽ സ്ട്രെസ് ഈക്വൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ ഇത്രയും ടൈമും മണിയും
ഒക്കെ എനർജി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാട്ട് ഇഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ FMGന്റെ പാസിംഗ് പെർസെന്റേജ് നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ FMG ക്രാക്കബിൾ ആണ്. ഓഫ് കോഴ്സ് ഒരു പ്രിപ്പറേഷൻ വേണം നേരത്തെ. ഒരു നമുക്ക് പറയാം ഒരു 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 കൃത്യമായ ഇതൊന്നുമില്ല, പാറ്റേൺ ഒന്നുമില്ല. ഈ പാറ്റേൺ ഫോളോ ചെയ്താൽ നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ ടൈമും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഈസിലി ക്രാക്കബിൾ തന്നെയാണ്. അതിനൊരു ആരും ഇതുവരെ ഒരു ഷോർട്ട് കട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും ഇരിക്കുന്ന പോലെ തന്നെ എല്ലാവരും, ഒരാൾ 16 മണിക്കൂർ ഇരിക്കുന്നുണ്ടാവും, ഒരാൾ 6 മണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും, രണ്ടുപേരും പാസ്സായിട്ടുണ്ട്. വൈസ് വേഴ്സ ഉണ്ടായിട്ടുണ്ട്. 6 മണിക്കൂർ ഇരുന്ന ആള് തോറ്റിട്ടുണ്ട്, 16 മണിക്കൂർ ഇരുന്ന ആള് തോറ്റിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ ഭയങ്കര ജെന്യൂൻ ആയിട്ട് അതിനുള്ള എഫേർട്ട് ഇട്ടാല് അതിന്റെ റിസൾട്ട് കാണാനുണ്ട്. എന്താണ് ഇപ്പൊ ഈ പുതിയതായിട്ട് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, അവരോട് നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് ആണ് നൽകാനുള്ളത്? ഒന്നാമതെന്ന് പറയുന്നത് പ്രായത്തിന്റെ ഒരു കേസുണ്ട്. കാരണം ഇവർക്ക് ഒരു 17-18 വയസ്സുള്ള കുട്ടികളാണ്. ഇവർക്ക് എബ്രോഡ് എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവും. കാരണം എബ്രോഡ് MBBS തീർന്നു. ഇതിന്റെ ബാക്കിൽ ഇവർ പല കാര്യങ്ങളും ശ്രദ്ധിക്കില്ല. എന്നിട്ട് ഇവർ 4th ഇയർ എത്തുമ്പോഴാണ് ഇവർക്ക് ഈ യൂണിവേഴ്സിറ്റി വേണ്ടായിരുന്നു, ഈ കൺട്രി വേണ്ടായിരുന്നു, അക്കാഡമിക്സ് ലൈഫ് ഉണ്ടായിട്ടുണ്ടാവും അവർക്ക്. ലൈഫ് ഉണ്ടാവണ്ടെന്നല്ല കേട്ടോ. ഒരു 18 വയസ്സുള്ള ഒരു മനുഷ്യന് ലൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതൊക്കെയാണ് എൻജോയ് ചെയ്യേണ്ട ലൈഫ് ടൈം. എങ്കിൽ പോലും നമ്മൾ പോകുന്ന ഇത്രയും മണിയും ടൈമും ഏജും, നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഏജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ കുറച്ചൊക്കെ റിസർച്ച് ആവാം. 17ന്റെ കുട്ടികളികളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ കുറച്ചൊക്കെ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേപ്പബിൾ അല്ലാന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളെ പരിചയം, ഇന്ന് സോഷ്യൽ മീഡിയ അത്രയും റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് കൺവീനിയന്റ് ആണെന്ന് തോന്നുന്ന ഒരാളുടെയോ ആ പ്രൊഫൈലോ അല്ലെങ്കിൽ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഡീറ്റെയിൽസ് എടുക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കുക, കൺവിൻസ്ഡ് ആവുക. നിങ്ങൾക്കിപ്പം ഓക്കെ എൻ്റെ ബ്രദറിന്റെ ഫ്രണ്ട് അവിടെയുണ്ട്, മൂപ്പര് ഇവിടെ നല്ലതാന്ന് പറഞ്ഞു കയറിപ്പോന്ന് വെച്ചാൽ മൂപ്പർക്ക് അത് നല്ലതായിരിക്കും, അത് ആ കുട്ടിക്ക് അവിടെ നല്ലതായിരിക്കും, നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരാൾ എന്നോട് ഇവിടെ സജസ്റ്റ് ചെയ്തു ഇതിൽ കൺവിൻസ്ഡ് ആവുകയല്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ കിട്ടുന്ന ആൻസേഴ്സിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആകാം. കാരണം നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷൻ റോങ്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന ഒരു ഡിസിഷൻ റോങ് ആയാലും റൈറ്റ് ആയാലും അതിന് ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമായിരിക്കണം. അതായത് നമുക്ക് ബ്ലെയിം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം എൻ്റെ ഒരു ലൈഫിൽ എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഡിസിഷൻസും എൻ്റെ ഫാദർ ബാക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും പറയും നീ എടുത്ത ഡിസിഷനാണ്, നിന്റെ ഡിസിഷൻസിൽ ഞാൻ എപ്പോഴും സപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് അന്ന് വേറെ ആയിരുന്നു വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഉക്രൈൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഞാൻ ഉക്രൈൻ വാറിന് 4 days മുമ്പ് UAE എത്തി. അങ്ങനെ ഒരു സിനാരിയോ അല്ല അത്. എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ഫ്ലൈറ്റ് വെടിവെച്ചിടുന്ന പറഞ്ഞത്, പോവണ്ട ഫ്ലൈറ്റ് വെടിവെച്ചിടും. പക്ഷെ ഞാൻ ആ ഡിസിഷൻ എൻ്റെ ഫാദറിനോട് ഞാൻ ലൈക്ക് ഇവിടുത്തെ സിനാരിയോ വീക്കാന്നുള്ളത് മൂപ്പരിക്കും അറിയുന്നതെന്നല്ലാതെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് പോകാനുള്ള അപ്രൂവൽ ഒന്നും കിട്ടിയിട്ടില്ല. ഞാനതൊന്നും ഫാദറിനോട് പറഞ്ഞില്ല. കാരണം യൂണിവേഴ്സിറ്റി പോകാനൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മൂപ്പര്. പക്ഷെ എനിക്ക് ആ ഒറ്റക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള കോൺഫിഡൻസ് കിട്ടിയത് ഈ ചെറിയ ഡിസിഷൻസ് മൂപ്പര് ബാക്ക് ചെയ്തുകൊണ്ടാണ്. സോ കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഇന്നത്തെ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക, റിസർച്ച് നടത്തുക. നിങ്ങൾ ടൈം കുറച്ച് പോയാലും കുഴപ്പമില്ല. ലൈക്ക് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മാസം നിങ്ങൾ ഇതിൻ്റെ റിസർച്ചിൽ ഇരിക്കാനാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ടൈം വെർത്താണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നിങ്ങൾ കൺവിൻസ്ഡ് ആകുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു ലൈക്ക് ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ ഒപ്പീനിയനും കൂടി എടുത്ത് അവരുടെ കൂടെ അഭിപ്രായം മാനിച്ച് മാക്സിമം നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് ഞാൻ പറയും. എന്നിട്ട് കാരണം എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു കോട്ടാണ്, അതായത് വേൾഡ് ഈസ് ഫുൾ ഓഫ് ഡോസ് ബട്ട് യു ഹാവ് ടു നോക്ക് എന്നുള്ളൊരു സാധനമുണ്ട്. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ നമ്മൾ കൊട്ടി നോക്കി അത് തുറന്നാല് അതിൻ്റെ ഉള്ളിൽ കയറണോ വേണ്ടയോ നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് ഡോറിന്റെ ഭംഗി കണ്ടിട്ട് കയറിപ്പോയിട്ട് അതിന്റെ ഉള്ളിൽ എന്താ അവസ്ഥ നമുക്കറിയില്ലല്ലോ. തുറന്നു നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒരു ഷോർട്ട് കട്ടായിട്ട് ആളുകൾ മനസ്സിലാക്കും. ഒരിക്കലും അല്ല. വളരെ ബേസിക്കായിട്ട് ഞാൻ പറയാം, ആദ്യകാലങ്ങളിൽ ഇന്നാണ് ഈ എബ്രോഡ് ട്രെൻഡ് വന്നതിന് ശേഷമാണ് എബ്രോഡ് MBBSലേക്ക് ഇങ്ങനെ ഒരു ബൂം വരുന്നത്. ആദ്യകാലങ്ങളിൽ എബ്രോഡ് പോയി പഠിക്കുന്നത് 3, 4, 5 കൊല്ലം നീറ്റ് എഴുതിയിട്ട് ക്വാളിഫൈ ആകുന്ന മാർക്കല്ല കേട്ടോ ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ മാർക്ക് കിട്ടിയിട്ട്
അവർക്ക് ഗവൺമെന്റ് സീറ്റുകൾ കിട്ടാതെ എയ്ഡഡ് ഒക്കെ കൊടുക്കേണ്ട അവസ്ഥ വരുന്ന രീതിയിലും അത് ഒറ്റയടിക്ക് അത്ര എമൗണ്ട് ക്യാരി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എൻ്റെ പരിചയത്തിലുണ്ട്. 3, 4, 5 പ്രാവശ്യം നീറ്റ്, 5 പ്രാവശ്യം നീറ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ പ്രായത്തിലും ചിന്തിക്കണം. അങ്ങനത്തെ ആൾക്കാരാണ് എബ്രോഡ് MBBS പോയി തുടങ്ങിയിട്ടുള്ളത്. ഒരിക്കലും ഒരു ഷോർട്ട് കട്ടല്ല. അത്തരത്തിലുള്ള ആൾക്കാർ അവിടെ പോയിട്ട് അവർ തിരിച്ചു വന്ന് എന്നിട്ട് നമ്മൾ പറയുന്ന FMG പോലെ ഒരു എക്സാം, എവിടെയാണ് അതിൽ ഷോർട്ട് കട്ട് ഉള്ളത്? FMGയുടെ പാസിംഗ് പെർസെൻറ്റേജ് ഒക്കെ എല്ലാവരും എടുത്തിട്ട് നമ്മളെ ആക്രമിക്കുന്ന ഒരു സാധനമാണ് FMGയുടെ പാസിംഗ് പെർസെൻറ്റേജ്. അപ്പൊ എവിടെയാണ് ഒരു ഷോർട്ട് കട്ട് ഉള്ളത് ഇതിൽ? ഇല്ല. അപ്പൊ അത് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആണ്. ഓഫ് കോഴ്സ്. പിന്നെ നമ്മൾ കരിയറിൽ നമ്മളെ ലൈഫ് എന്താ, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതിനുള്ളൊരു ഡിസിഷൻ തന്നെയാണത്. ടേണിംഗ് പോയിന്റ് ഇതൊന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളെ ലൈഫ് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഡിസിഷൻ തന്നെയാണത്. മാക്സിമം ചിന്തിച്ചും സമയമെടുത്തും ചൂസ് ചെയ്യാം. പക്ഷെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ള കാര്യമുണ്ട്. ഒരു മെഡിസിൻ എന്നുള്ള ഒരു കരിയറിൽ പഠന കാലയളവിലാണെന്നുണ്ടെങ്കിൽ പഠനത്തിൽ മാത്രവും, പഠനാനന്തരാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിനകത്തുമാണെന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, അത് ബേസിക്കലി അത് കുറെ കാലങ്ങൾക്ക് മുമ്പ് എനിക്കടക്കുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ഡോക്ടർ ആണെങ്കിൽ അത്യാവശ്യം ബുദ്ധിജീവി ആവണം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ അതല്ലെങ്കിൽ ടോപ്പ് മാർക്ക് വാങ്ങണം. ഇപ്പം ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഇപ്പം എൻ്റെ കൂടെ അതായത് ഈ +2 കാലയളവ് വരെ പഠിച്ചതിൽ ഞാനടക്കം 3 ഡോക്ടേഴ്സ് ഉള്ളത്. ഞാൻ 10 വരെ CBSE ആണ് പഠിച്ചത്. ടോപ്പ് സ്കോറേഴ്സ്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. സോ ഇവരൊന്നും ഡോക്ടേഴ്സ് അല്ല. നല്ല പൊസിഷനിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ഓഫ്കോഴ്സ് നല്ല പൊസിഷനിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഡോക്ടേഴ്സ് എന്നുള്ളത് നിലവെടുക്കുമ്പോൾ ഞാനടക്കം 3 ആൾക്കാരാണ് എൻ്റെ +2 വരെയുള്ള കാലഘട്ടത്തിലുള്ളത്. അപ്പം ഒരിക്കലും മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം പഠനത്തിൽ മാത്രം. ആ സമയത്ത് നമുക്ക് ഈ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഈ 10 കഴിഞ്ഞിട്ട് +1 +2 കോച്ചിങ് എടുത്തു തുടങ്ങി, ക്രാഷിന് പോയി തുടങ്ങി. അപ്പം നമുക്കും ആ ഒരു മൈൻഡ് സെറ്റാണ്. എന്നോടൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ക്രാഷിന് പോയാലോ വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മളെന്തിനാ ക്രാഷിന് പോകുന്നത്? ആ മൈൻഡ് സെറ്റ് നമ്മൾക്ക് എന്തിനാ അതൊക്കെ പഠിക്കുന്നുള്ളൊരു പോകുന്ന പരിപാടി അല്ലേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് പറയാലോ, ഡോക്ടേഴ്സിന് ലൈഫില്ല എന്ന് പറഞ്ഞാൽ അത് വിത്ത് എവിഡൻസ് വഴി വാദിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞങ്ങൾക്കിപ്പോൾ 2 മാസം മുമ്പ് ഞങ്ങളുടെ കൂടെയുള്ളൊരു സുഹൃത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. കൊയിലാണ്ടിയാണ് മൂപ്പര സ്ഥലം വരുന്നത്. അന്ന് അവിടെ പോയിട്ട് ഞങ്ങൾ അഴിഞ്ഞാടി ഒരു അഴിഞ്ഞാട്ടുണ്ട്. എപ്പോൾ ഞങ്ങളുടെ അക്കാഡമിക്സ് ഇയർ കഴിഞ്ഞിട്ട് 2 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു സുഹൃത്തിൻ്റെ കല്യാണം വന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ട്, അപ്പം മൂപ്പര ബ്രദർ പറയുന്നുണ്ടായിരുന്നു, ഇവര് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അന്ന് എന്തായിരിക്കും എന്നുള്ള രീതിയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ടെസ്റ്റുകൾ കാര്യങ്ങൾ വരുന്ന സമയത്തൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ മുറി തന്നെ എടുക്കാം. ഞങ്ങളൊരു മുറി നല്ലൊരു മ്യൂസിക്കൽ റൂമാക്കിയിട്ടുണ്ട്. അവിടെയുള്ള ടേബിളുകൾ നല്ല ചെണ്ടകളും അല്ലെങ്കിൽ നല്ല ഡ്രംസും ആക്കിയിട്ടുണ്ട്. വെള്ളി വീണ ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾ ഗായകനാവണം എന്നില്ല, ഒന്നും വേണ്ട. ഒരു കൂട്ടം ആൾക്കാർ എന്താ പറയുക, അവരെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്ര അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതൽ ആൾക്കാരുള്ള റൂമിൽ ജനലും തുറന്നിട്ട്, നല്ല വിൻ്റർ ആയിരിക്കും പക്ഷെ ശ്വാസം പോയിക്കോട്ടെ എന്നുള്ളതിൽ ജനലും തുറന്നിട്ട് നല്ല ടേബിളും വെച്ച് ഞങ്ങൾ കൊട്ടും. ഫുട്ബോൾ കാര്യങ്ങൾ കൃത്യമായിട്ട്, അതായത് വിൻ്ററിലാണെങ്കിൽ ഇൻഡോർ ടർഫ് അല്ലെങ്കിൽ എക്സ്റ്റോർ ടർഫ് ഞങ്ങളുടെ ബുഹാറയിലും ഉണ്ടായിട്ടുണ്ട്, ഉക്രൈനിലും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഐക്യ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഞങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് മലയാളി അസോസിയേഷനാണ്. ഐദർ വിഷു അല്ലെങ്കിൽ ഓണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വന്നാൽ ഞങ്ങൾ ഫുൾ മലയാളി കമ്മ്യൂണിറ്റീസ് കൂടിയിട്ട് ഒരു പ്രോഗ്രാംസ് അവിടെ ഷെഡ്യൂൾ ചെയ്യും, എല്ലാ ബാച്ചിൻ്റെയും പരിപാടികൾ. അത് കൂടാതെ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ കരിക്കുലർ പരിപാടികൾ, എക്സ്ട്രാ കരിക്കുലർ പരിപാടികൾ ഉണ്ടാവും. ഓണത്തിന് ഞങ്ങൾ ലൈക്ക് കിച്ചൺ മൊത്തം പച്ചക്കറികളും ആ രീതിയിൽ, എന്നിട്ട് ഫ്ലോർ മൊത്തം ടേബിൾ വിരിച്ചിട്ട് സെക്യൂരിറ്റീനെയും വാർഡനൊക്കെ വിളിച്ചിരുത്തിയിട്ട് നല്ല സദ്യ കൊടുക്കല്, ഹോളികൾ ആഘോഷിക്കല്, അടുത്തുള്ള ഗ്രൗണ്ടിൽ പോയിട്ട് ഹോളികൾ ആഘോഷിക്കല്. ഒരു സെലിബ്രേഷൻ ഒഴിവാക്കിയിട്ടില്ല. ഇല്ല. ലൈക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇതിനെ ആസ്വദിക്കാൻ മറന്നു പോകുന്നു. പിന്നെ ഇങ്ങനെ ഡോക്ടർ ആവണം എന്നില്ല, മുറികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനും അല്ലെങ്കിൽ എന്താ പറയാ ജീവിതം ആസ്വദിക്കാതിരിക്കാനും ഡോക്ടർ ആണെന്ന് തന്നെ ഇല്ല. അതെല്ലാ ഫീൽഡിലും ആൾക്കാരുണ്ട്. അതൊരാളെ ക്യാരക്ടറാണ്. അഫ്കോഴ്സ് അങ്ങനെ ഡോക്ടർമാർക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്. ഇത് ഒന്നാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഡിഫറെന്റ് സിനാരിയോസിൽ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ. ഹൈലി എക്സ്ട്രോവേർട്ട് ഉണ്ട്, എക്സ്ട്രോവേർട്സ് ഉണ്ട്, ഇൻട്രോവേർട്സ് ഉണ്ട്, നോർമൽ പീപ്പിൾസ് ഉണ്ട്. ഇവരൊക്കെ ലൈഫിൽ ചൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് മാത്രമല്ല MBBS. MBBS ചൂസ് ചെയ്ത് വിചാരിച്ചാൽ അവരുടെ ഹിസ്റ്ററി മാഞ്ഞു പോകുന്നില്ലല്ലോ, അവരല്ലാതാകുന്നില്ലല്ലോ. ഡിസിപ്ലിൻ വരും അഫ്കോഴ്സ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട്.
നമ്മളിപ്പം ഭയങ്കരമായിട്ട് പെർഫ്യൂം യൂസ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് നടക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പെർഫ്യൂംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കും. ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ പെർഫ്യൂംസ് ഒന്നും അങ്ങനെ ഇതായിക്കൂടാ. പിന്നെ നമ്മുടെ സ്ക്രബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ നമ്മളെ ഹൈലി എന്താ പറയുക ഷോക്കേസ് ചെയ്യേണ്ട ഡ്രസ്സുകളൊന്നും അവിടെ ഉപകാരപ്പെടില്ല. സോ അങ്ങനെ ഒരു ഡിസിപ്ലിൻ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡിസിപ്ലിൻ ലൈക്ക് ഫോം ചെയ്യും. പക്ഷെ ഒരിക്കലും അത് പോസ്റ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള അല്ലാതെയുള്ള നമ്മളെ ലൈഫിനെ ഒരിക്കലും ബാധിക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. എന്റെ ചുറ്റുമുള്ള കാര്യങ്ങളും അതങ്ങനെ അല്ല എന്നാണ് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്, എന്റെ സുഹൃത്തുക്കളായാലും എല്ലാവരും. ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുമ്പോഴേ അതിന് അവസാനം ഒരു സ്ഥാനം വരുന്നതുകൊണ്ട് തന്നെ ഒരു വിശ്വാസികൾക്ക്, പ്രത്യേക മതസ്ഥർക്ക് ഒരു പ്രത്യേക ആനുകൂല്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസ്ഥർക്ക് അവിടെ ജീവിക്കാൻ പ്രയാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എന്താ, ഞാൻ ഒരു രാജ്യത്തിന്റെ പേര് പറയാൻ പോയത്, പക്ഷെ നിലവിലെ സിനാരിയോയില് അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും ഒരു മെജോറിറ്റി ഓഫ് മുസ്ലിംസ് ഉള്ളൊരു കൺട്രി തന്നെയാണ്, ടു ബി ഫ്രാങ്ക്. ബട്ട് അവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ട്, അവിടെ ഹിന്ദു ടെമ്പിൾസ് ഉണ്ട്. ലൈക്ക് ഹിന്ദുയിസം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഹിന്ദു ടെമ്പിൾസ് ഉണ്ട് അവിടെ. സോ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പ്രിവിലേജ് ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞങ്ങൾക്കായിരിക്കും അവിടെ എത്തിയതിന് ശേഷമോ, ഞങ്ങൾ ഉക്രൈനിലാണ് ജീവിച്ചത്, അവിടെ ഓഫ്കോഴ്സ് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയിട്ടും ഞാൻ ഈ കമ്മ്യൂണിറ്റിൻ്റെ ആളാണല്ലോ എന്ന് എന്നെ ബോധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഞാൻ അവിടെ കണ്ടിട്ടില്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ആ കൺട്രിയൊക്കെ അത്യാവശ്യം ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കൺട്രിയാണ്. സോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കൺട്രികളിൽ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഗൈഡ് ലൈൻസുകൾ അവർ പിടിച്ചാൽ. ഇപ്പം നമുക്കറിയാം അറബ് രാജ്യങ്ങളിൽ തന്നെ പല കൺട്രീസും അവരുടെ നയങ്ങൾ മാറ്റി തുടങ്ങി ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരിക്കലും അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഗൈഡൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പിടിച്ചിട്ട് ഒരിക്കലും ഒരു കൺട്രിക്ക് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് അതുണ്ട്. രണ്ടാമത് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, എൻ്റെ സുഹൃത്തുക്കൾക്കും ഫീൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് ആകെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഉക്രൈനിലുള്ള അത്ര ഒരു പോർഷ് ലൈഫ് ഉസ്ബെക്കിസ്ഥാനിലില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ യൂറോപ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ചിലപ്പം ഫീൽ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഉള്ള ആളുകളുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിലുള്ള പരിപാടികളിലൊന്നും നമുക്ക് അങ്ങനെ ഒരു ആളുകളുടെ സമീപനത്തില് ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഉക്രൈനിൽ നമുക്കിപ്പം കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും. ഉക്രൈനിൽ ഞങ്ങൾക്ക് അത്യാവശ്യം റേസിസം കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യൻസിനുള്ളൊരു ആസ്പെക്റ്റും ഉണ്ട്, റേസിസം ഒക്കെ. ഓഫ്കോഴ്സ് ഇന്ത്യൻസിന് ഇപ്പോൾ ജിമ്മിന് പോയാൽ ലൈക്ക് നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. ലൈക്ക് ഇന്ത്യൻസിന് അത്യാവശ്യം സ്വെറ്റ് ഉണ്ട്, അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. സ്വെറ്റിന്റെ സ്മെല്ല് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അല്ലാതെ ഉള്ള റേസിസംസും അത് നമുക്ക് മാത്രമല്ല, ഇപ്പം ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എക്സ്ട്രീം ആയിരുന്നില്ല, എക്സ്ട്രീം അല്ലെങ്കിൽ 24 മണിക്കൂർ എന്നുള്ള കാര്യം എന്നല്ല ഞാൻ പറഞ്ഞത്. വൺസ് ഇൻ എ വൈൽ എപ്പോഴെങ്കിലൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ടൊരു കോൺവെർസേഷൻ ഒക്കെ നടക്കുമ്പോൾ ഇവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്ഡ് ഇപ്പൊ ഒരു ലൈൻ നിൽക്കുന്നു അതിൽ നമ്മൾ മുമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു പ്രിവിലേജ്ഡ് കാണിക്കാനൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെ കേൾക്കും, നമുക്ക് ഭാഷയും കൂടി അറിയുന്നതുകൊണ്ട് നമുക്കിത് മനസ്സിലാവും. ഭാഷ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ലാഭ, എന്തോ പറയുന്നു അവരങ്ങ് പോകുന്നു, ഇത് ഫീൽ ചെയ്യൂല. അപ്പൊ ഞാൻ പോയി പറഞ്ഞു കൊടുക്കും, ഇതാ പറഞ്ഞേ, കുറച്ച് ഫീൽ ചെയ്തോ, അല്ല തമാശ പറഞ്ഞേ. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻസിന് ഭയങ്കര വെൽക്കമിങ് ആണ്. കാരണം ഉസ്ബെക്കിസ്ഥാനിലേക്ക് കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മാസ് ഓഡിയൻസ് പോയത് പോസ്റ്റ് ഉക്രൈൻ വാറിന് ശേഷമാണ്. ഞങ്ങളടക്കം റീലൊക്കേറ്റ് ചെയ്യപ്പെട്ട കുട്ടികളാണ്. സോ മാസമായിട്ടുള്ള ഇന്ത്യൻസിനെ കണ്ടാൽ ഇവർ ചെയ്തൊരു വെൽക്കമിങ്ങോ അല്ലെങ്കിൽ ഇവർ നമ്മളെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാം, ഭയങ്കരമായിട്ട് നമ്മളെ വെൽക്കമിങ് ചെയ്യുന്നതാണ്. നമുക്ക് ഭയങ്കരമായിട്ട്, കാരണം സ്വന്തം നാട്ടിൽ തന്നെ അങ്ങനെയല്ല, പക്ഷെ സത്യമായിട്ടും ഭയങ്കരമായിട്ട് നമുക്ക് തോന്നൂലേ ഇവർക്കിപ്പോൾ എന്തിൻ്റെ ആവശ്യമാണ്, അവർക്ക് അവരുടെ ജീവിതമായിട്ട് അങ്ങ് പോയി. പക്ഷെ നമ്മളെ കണ്ടാൽ എന്തെങ്കിലും സംസാരിച്ചിട്ടോ സ്നേഹത്തോടെ എന്തെങ്കിലും പറഞ്ഞിട്ടോ, ഇനിയിപ്പം വഴിയോര കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഈ ചെറിയ ചെറിയ ചെറീസും ഈ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളെ കണ്ട സന്തോഷത്തിൽ ചിലപ്പോൾ ഒരു ഫ്രൂട്ടൊക്കെ തരും, വെച്ചോ ഒരു സന്തോഷത്തിന് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ്. അത് നല്ലതല്ലേ? കാരണം നമ്മളെ വീട് വിട്ട് കൗമാരത്തിൽ മാറിയിരിക്കുന്ന സമയത്ത് പോകുന്ന രാജ്യവും നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ മെന്റൽ ഹെൽത്തിന് എപ്പോഴും നല്ലതല്ലേ, ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും നന്നായിരിക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏറ്റവും നല്ല ഒരു പുതിയൊരു കരിയറിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു അടിപൊളി ഡോക്ടർ ആവട്ടെ, നല്ല പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിട്ട് സമൂഹത്തിനും കുടുംബത്തിനും ഞങ്ങൾക്കൊക്കെ അഭിമാനകരമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.